ഹായ് എവരി വൺ, ദിസ് ഈസ് അഡ്വക്കേറ്റ് അമീർ ഷാ. ഇന്ന് എന്നോടൊരു സുഹൃത്ത് വിളിച്ച് ചോദിച്ചതാണ്, കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമോ എന്ന്. ദ റൈറ്റ് ആൻസർ ഈസ് നോ. കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കേരളത്തിൻ്റെ ഒരു ഭാഗം എന്നത് കടലാലും മറ്റൊരു ഭാഗം എന്നത് വനത്താലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇടയിൽ, അതിൻ്റെയും രണ്ടിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു ഭൂപ്രദേശത്ത് മാത്രം ജീവിക്കുന്ന ആളുകൾ ചേർന്നതാണ് നമ്മൾ കേരളം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, കേരളം എന്ന് പറയുന്നതിൻ്റെ വനവിസ്തൃതി ഒരു 10-30 വർഷം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ കൂടുതലാണ് ഇന്നത്തെ കാലത്തുള്ളത്. കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും അതുപോലെ ഫോറസ്റ്റ് അധികാരികളും അതിൻ്റെ വനം നഷ്ടപ്പെട്ടു എന്നും അത് തിരിച്ചു വേണമെന്ന അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ചും കസ്തൂരിരംഗൻ പോലുള്ള ചർച്ചകൾ നമ്മുടെ ചുറ്റുപാടിൽ നടന്നതും വനത്തോട് ചേർന്നുള്ള പല സ്ഥലങ്ങളും നമുക്ക് വിൽക്കാനോ അതല്ലെങ്കിൽ മറ്റ് ഇടപാടുകൾ നടത്താനോ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയ കഥകളെല്ലാം നമുക്കറിയാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, മരട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊച്ചിയിൽ നമ്മളൊരു ബിൽഡിങ്, ഒരു ഹൈറൈസ് ബിൽഡിങ് തന്നെ തകർക്കുകയുണ്ടായി കുറച്ച് വർഷം മുമ്പ്. എന്തായിരുന്നു കാരണം? കേരളത്തിൽ മറ്റ് രാജ്യങ്ങളെ പോലെയല്ല, വളരെ കൃത്യമായ നിയമങ്ങൾ നിലനിൽക്കുകയും അതുപോലെ തന്നെ ഓരോ സോണിലും എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായ നിർദ്ദേശങ്ങളും നിയമങ്ങളും ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഒരു റിയൽ എസ്റ്റേറ്റ് അറ്റോർണി അഥവാ റിയൽ എസ്റ്റേറ്റ് ലീഗൽ കൺസൾട്ടന്റ് എന്ന നിലക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എന്തൊരു ബിൽഡിംഗ് കൺസെഷൻ കേരളത്തിൽ നടത്തുകയാണെങ്കിൽ പോലും നമ്മൾ സാധാരണ എന്ത് ചെയ്യും? ഒരു പ്ലാന് വരക്കും, എന്നിട്ട് നമ്മൾ അതിന് തറയിടും, ബിൽഡിങ് പൊന്തിച്ച് കുറേ കഴിഞ്ഞ ശേഷമാണ് പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ കോർപ്പറേഷനിൽ നിന്നോ അതിൻ്റെതായ ഉത്തരവുകൾ വാങ്ങുന്നതും സർട്ടിഫിക്കേഷൻ നേടുന്നതും. ഇതിലൊരു വലിയ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമുക്കറിയില്ല ഏതൊക്കെ ഭാഗങ്ങളിലാണ് നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയപ്പെട്ടത്, ഏതൊക്കെ ഭാഗങ്ങളിൽ എത്ര ഹൈറ്റിൽ വരെ നമുക്ക് ബിൽഡിംഗ് പൊന്തിക്കാൻ പറ്റും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് 100 കൂട്ടം നിയമങ്ങൾ പ്രത്യേകിച്ചും കൊച്ചിയിലും കോഴിക്കോടും നിലനിൽക്കുന്നുണ്ട്. കൊച്ചി, കോഴിക്കോട്, അതുപോലെ പിന്നെ തിരുവനന്തപുരം, ഈ മേഖലകളെല്ലാം തന്നെ, കണ്ണൂർ, ഇവിടെയൊക്കെ എയർപോർട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പല ഭാഗങ്ങളിലും ഹൈറൈസ് ബിൽഡിംഗ് വരുന്നതിന് തടസ്സമുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും പലതും നമ്മൾ ചെയ്യുന്നത് വലിയ പ്രശ്നം ഇല്ല എന്നൊരു പൊതുധാരണയിലാണ് നമ്മൾ ഓരോന്നും ചെയ്തു വരുന്നത്. പക്ഷേ ഇനിയുള്ള കാലം അങ്ങനെ ആവില്ല. കൂടുതൽ നിയമങ്ങൾ കർശനമാവുകയും പലപ്പോഴും നിയമങ്ങൾ നമുക്ക് ഒട്ടും വഴിവിട്ടു തരാത്ത രൂപത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ സ്വത്ത് അല്ലെങ്കിൽ സമ്പാദ്യം മണ്ണായും കല്ലായും സിമെന്റായും പോവുകയും അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നൊരവസ്ഥയും നമ്മൾ കാണേണ്ടി വരും. നിങ്ങൾക്കറിയാം, റോഡിന്റെ പല ഭാഗത്തും ഇന്നും സിമെന്റ് പോലും തേക്കാതെ വലിയ വലിയ ബിൽഡിങ്ങുകൾ നിൽക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ കാതലായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിർമ്മാണം മറികടന്നുകൊണ്ട് നടത്തിയ ഇടപെടലുകളും അതുപോലെ ഗവൺമെന്റ് അതിന് സ്റ്റേ കൊടുത്തത് മൂലം ഇനി എന്ത് എന്നൊരു ചോദ്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് പല പഴയ ബിൽഡിങ്ങുകളും പൂർത്തീകരിക്കാൻ പറ്റാത്ത, അങ്ങനെ നമുക്ക് പല ബിൽഡിങ്ങുകളും പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിയമങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടെങ്കിൽ പോലും കേരളത്തിലെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൂടുതലാണ് ഇവിടുത്തെ നിയമങ്ങളും നടപടിക്രമങ്ങളും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരു സ്ഥലം വാങ്ങി നിങ്ങൾക്ക് അവിടെ വീട് വെക്കണം, അതല്ലെങ്കിൽ ബിൽഡിംഗ് കയറ്റണം, അതല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരു ഉന്നത അധികാരികളുടെ അംഗീകാരം വേണമോ വേണ്ടയോ എന്നതാ ചോദ്യം. പക്ഷെ അതിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ കൃഷി നടത്തുന്നതിനോ അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ഥലം നേർത്തുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രയവിക്രയം ചെയ്യുന്നത്, അതല്ല ഞാൻ ഇവിടെ ചോദ്യം ചെയ്യുന്നത്. പക്ഷേ നമ്മളൊരു വീട് വെക്കുന്നു, അതുപോലെ ബിൽഡിംഗ് കെട്ടുന്നു, അതിന് നമുക്ക് തക്കതായ രേഖകളോ അല്ലെങ്കിൽ പിന്നെ ഉത്തരവുകളോ ഒന്നും ഇല്ല എങ്കിൽ പലപ്പോഴും നമ്മൾ വലിയ അപകടത്തിൽ ചെന്ന് ചാടുകയും നമുക്ക് വലിയ
പ്രശ്നങ്ങൾ നേരിടാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് എങ്കിൽ തുടക്കത്തിലെ നല്ലൊരു എഞ്ചിനീയറെ കാണുകയും ആ എഞ്ചിനീയർ വഴി ഏത് പ്ലാനാണോ നമ്മൾ ഉണ്ടാക്കുന്നത് ആ പ്ലാന് അതാത് അധികാരികളിൽ നിന്ന്, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇത് മൂന്നാണ് നമുക്ക് കേരളത്തിലുള്ളത്. അപ്പോൾ ഈ 3 അധികാരികളിൽ നിന്ന് യഥാസമയം നമുക്ക് രേഖകൾ വാങ്ങുകയും ഉത്തരവുകൾ വാങ്ങുകയും അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് മരട് പോലുള്ള ഒരു സ്ഥലത്ത് അത്രയും വലിയൊരു ബിൽഡിങ് പൊളിച്ചു എന്ന് പറയുമ്പോൾ പോലും ആ ബിൽഡിങ്ങിന് സത്യത്തിൽ ഉത്തരവ് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സോ അതൊക്കെ വീഴ്ചകൾ തന്നെയാണ്. വലിയ നഷ്ടം അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് അതുപോലെ അതിൻ്റെ പ്രൊമോട്ടേഴ്സിന് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ നമ്മളൊരു വ്യക്തി എന്ന നിലക്ക് നമ്മൾ മുനിസിപ്പാലിറ്റികളിലോ പഞ്ചായത്തുകളിലോ അതല്ലെങ്കിൽ ഇത്തരം CRZ പോലുള്ള എന്താ പറയാ കടലോര മേഖലകളിലോ അതല്ലെങ്കിൽ വനമേഖലകളിലോ എന്തെങ്കിലും നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നമ്മൾ അതിൻ്റെതായ ഉത്തരവുകൾ വാങ്ങിയ ശേഷം മാത്രമേ നമുക്ക് വീട് അതല്ലെങ്കിൽ ബിൽഡിങ് അല്ലെങ്കിൽ മറ്റ് കൺസ്ട്രക്ഷൻ നടപടികളിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. പ്രത്യേകിച്ചും കേരളത്തിൽ ഒരു കോസ്റ്റൽ സോൺ ഉണ്ട്, CRZ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വനമേഖലയോട് ചേർന്ന് ഒരു ബഫർ സോൺ ഉണ്ട്. നീലഗിരി വനമേഖലയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ നിലമ്പൂർ മേഖലകളിൽ ഈ നിയമം വളരെ കർശനമാണ്. അതുപോലെ തന്നെ നമുക്ക് എയർപോർട്ടുമായി അടുത്ത ഏരിയകളാണെങ്കിൽ അവിടെ നമുക്ക് എയർ ട്രാഫിക് സോൺ വരുന്നുണ്ട്. അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങൾ ഓരോ ഭാഗങ്ങളിലും ഈ കൊച്ചു കേരളത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളെ അത് പിന്നോട്ട് വലിക്കുന്നതായി കാണാം. പക്ഷേ ഇതൊന്നും സത്യത്തിൽ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ നിർമ്മാണങ്ങളെ തടയുന്നു എന്നോ അല്ലെങ്കിൽ കേരളത്തിന്റെ ടോട്ടൽ പുരോഗതിയെ ബാധിക്കുന്നു എന്നല്ല പറയുന്നത്. പക്ഷേ ഒരു ഇൻവെസ്റ്റർ എന്ന നിലക്ക് നിങ്ങൾ നിർമ്മാണങ്ങൾ നടത്തുകയാണെങ്കിൽ ആദ്യമേ ഇത്തരം നടപടികൾ എടുത്തുകൊണ്ട് അതാത് ഗവൺമെന്റ് അധികാരികളിൽ നിന്നും എല്ലാ ഉത്തരവുകളും സർട്ടിഫിക്കറ്റുകളും വാങ്ങിയ ശേഷം മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അതല്ല എങ്കിൽ പലപ്പോഴും കോടതിയെ സമീപിച്ചാൽ പോലും നമുക്ക് അതിന് യഥാർത്ഥ ഒരു പരിഹാരം കിട്ടുകയോ അല്ലെങ്കിൽ നേടിയെടുക്കാൻ പറ്റുകയോ ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. സോ ഞാൻ ചോദ്യത്തിലേക്ക് വീണ്ടും വരികയാണ്. നമ്മുടെ കേരളത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പറ്റും. പക്ഷെ നിയമങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിയമം അനുശാസിക്കുന്ന രൂപത്തിലായിരിക്കണം. പല സ്ഥലങ്ങളിലും നമുക്ക് വലിയ അധികം ഫ്ലോറുകൾ കൂടിയ ബിൽഡിങ് കെട്ടാൻ പാടില്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഓരോ കടൽ തീരത്താണേലും പുഴയോരങ്ങളിലാണേലും അവിടെയൊക്കെ ഓരോ നിർമ്മാണങ്ങൾ നടത്തുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു പുഴ മാത്രമല്ലേ അല്ലെങ്കിൽ തോട് മാത്രമല്ലേ, പക്ഷെ അതല്ല, നമുക്ക് റിസ്ട്രിക്റ്റഡ് സോൺ ആണ് എങ്കിൽ അവിടെ ഒരിക്കലും നമുക്ക് അനുമതി ലഭിക്കില്ല. കറണ്ട് കിട്ടാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും തന്നെ നമുക്ക് സാധ്യത ഇല്ലാത്ത വരും. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇന്ന് ഈ ടൂറിസം നന്നായി വളർന്നു വരുന്ന അവസ്ഥയിൽ നമ്മൾ ഒരു ടൂറിസം പ്രൊമോഷൻ ആണെങ്കിൽ പോലും നമ്മൾ നിർമ്മാണങ്ങൾ നടത്തുകയാണെങ്കിൽ കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ടും അതുപോലെ ഡിസൈനുകൾ പാലിച്ചുകൊണ്ടും ആയിരിക്കണം നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ വിവരങ്ങളും അതുപോലെ നിയമങ്ങളെ കുറിച്ച് സംസാരിക്കാം. താങ്ക് യു വെരി മച്ച്.